എന്താ പോളിംഗ് സുഹൃത്തുക്കളെ, ഇന്നാണ് നബിദിന റാലി. അപ്പൊ അതും പ്രമാണിച്ച് നമ്മൾ റെഡി ആയിട്ട് പള്ളിക്ക് ഇറങ്ങി. ഇക്കൊല്ലത്തെ റാലി ഞാൻ ഇവരെ പാട്ട അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ നമ്മ കൊടുക്കണം. അപ്പൊ പിന്നെ അപ്പുറത്തെ പള്ളി ചെന്നിട്ട് നമ്മൾ ഇതിന്നായിട്ട് തുടങ്ങണം. ഇക്കൊല്ലാണെങ്കിൽ എല്ലാവരുടെ കയ്യിൽ ഓരോ സഞ്ചിയാണ് കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ റാലിക്കാണെങ്കിൽ നമുക്ക് മര്യാദക്ക് പിള്ളേരെ ദഫുകളി പോലും കാണാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു രീതിക്കാണ് നമ്മൾ ഇക്കൊല്ലത്തെ റാലി വോളണ്ടിയർ. അതിന്റെ ബാഡും പിന്നെ ഈ നട്ടപ്പാറ വെയിലിന്റെ ബാഡും ഒക്കെ മാറ്റിയത് നമ്മൾ ഈ ഒരു ഒറ്റ കാര്യത്തില. അൽഹംദുലില്ലാ ഹൈർ, അതിനൊരു കുഴപ്പം പറ്റിയിട്ടില്ല. എല്ലാരും തൃപ്തരാണ്. ഇപ്രാവശ്യം നല്ല പോളിംഗ് ഉണ്ട്. ചുറുചുറുപ്പ് കണ്ടില്ല മാറേ. ചെറിയോരും വലിയോരും ദഫ് കളിച്ച് മെയിൻ ആവണതിന്റെ ഇടയിൽ എന്തോ കാര്യമായിട്ട് പറഞ്ഞുണ്ട്. നമ്മളിങ്ങനെ തടിയും വേണ്ടുള്ള കുറച്ചെണ്ണം ദഫ് കളിച്ചില്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് മോശമാണ്. ദഫ് കളിക്കുന്നതിന്റെ ഇടയിൽ ഒരു വക സാധനം അവർക്ക് തിന്നാൻ പറ്റില്ല. ഇപ്രാവശ്യം നമ്മൾ അതിനൊരു വകുപ്പാണ് ഉണ്ടായി. ആർക്കും ഇപ്രാവശ്യം ഒരു കുറവ് വരരുത്. അതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. വലിയൊരു നിരക്കേടില്ല, ചെറിയൊരു നിരക്കേടില്ല. നബിദിനത്തിന് അന്ന് കിട്ടണ ഈ വിരിഞ്ചി പള്ളിക്കടയിൽ ഇതാണ് ഹൈലൈറ്റ്. ആസ് യു ക്യാൻ സി, നമ്മൾ ഈ ചെറിയ മദ്രസമുറ്റത്ത് നമുക്കൊരു സ്റ്റേജ് പണിയാണ്. അടിച്ചു വരുന്നു, സ്റ്റേജ് ഇടണു, ലൈറ്റ് ഇടണു, ബലൂണ് കയറ്റണു. അങ്ങനെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷൊക്കെയാണ് ഇതിന്റെ ഒരു അങ്ങനെ പിന്നെ പിള്ളേര് പരിപാടികൾ തുടങ്ങി. പ്രസംഗം പാട്ടും കാര്യങ്ങളായിട്ട് അങ്ങനെയും ദഫ് മുട്ടായിട്ട് അങ്ങനെ ഇതിന്റെ ഇടയിൽ ഞങ്ങളും നടത്തിയ ഒരു ജാതി പ്രാക്ടീസ്. പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫ് മുട്ട് കലക്കിലെ. അങ്ങനെ പിന്നെ സമാനതാനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാതും പഴയതുപോലെ ആക്കാന്നുള്ളത് നമ്മളെ പരിപാടി. നേരെ ഒരു മണി 2 മണിയൊക്കെ എല്ലാം കഴിയുമ്പോൾ പിള്ളേർക്കാണ് നല്ല വിശപ്പ്. കുറച്ച് നല്ല മനസ്സുള്ള പ്രവാസി കൂട്ടായ്മ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ ഗുരുവായൂർക്ക് ഫുഡ് അടിക്കാൻ പോയി. പിന്നെ നമ്മൾ ഇവിടെ കയറി അൽഫാം അടിച്ച് അതും കഴിഞ്ഞ് ചായ പൂശി അങ്ങനെ പിന്നെ നബിദിനം അങ്ങോട്ട് കളറാക്കി എടുത്തിട്ടാ ബാക്കി നാളെ